പശ്ചിമേഷ്യയിലെ മരുഭൂമിയിൽ ആമേൻ അസമാധാനത്തിൻ്റെ കരിത്തിരി പുകയുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് സമാധാനത്തോടിരിക്കാൻ തന്നിരിക്കുന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൃപ ധാരാളമായി ലോകരാജ്യങ്ങളിൽ പകരുവാൻ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ആ യുദ്ധം ഒരു വലിയ മൂന്നാം ലോകമഹായുദ്ധമായി പരിണമിക്കാതെ അതൊരവസാനമുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവചനത്തിൽ നമുക്ക് ആശ്രയിക്കാം, ദൈവവചനത്തിൽ നമുക്ക് വിശ്വസിക്കാം, ദൈവവചനപ്രകാരം നമുക്ക് ജീവിക്കാൻ ഇടയാകട്ടെ. വേദപുസ്തകത്തിൽ ഒന്നും തെറ്റെഴുതിയിട്ടില്ല. വേദപുസ്തകം 100% കറക്റ്റാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒന്നുകൂടെ വചനത്തിൽ നാം ഉറച്ച് ആശ്രയിച്ച് കർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു കാലഘട്ടമാക്കി നമ്മൾ മാറണം. ആമേൻ. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മുടെ ആത്മമണവാളൻ നമ്മെ ചേർക്കാൻ കടന്നു വരും. കർത്താവിൻ്റെ കാഹളനാദം നമ്മുടെ കാതിൽ കേൾക്കും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം കാഹളം ധ്വനിക്കും. ഹലോ, കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും പ്രാപിക്കുന്ന ദിവസം ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തിൻ്റെ കുറവാ, ഇങ്ങനൊരു യുദ്ധത്തിൻ്റെ ആവശ്യമുണ്ടോ? ആമേൻ. ഉള്ളത് കൊണ്ട് സമാധാനമായി ജീവിച്ചു പോയാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇല്ല, വചനം നിറവേറിയേ പറ്റുള്ളൂ. ആ വചനത്തിൻ്റെ നിറവേറലുകളിലേക്ക് ലോകസംഭവങ്ങൾ നമ്മെ വിരൽ ചൂണ്ടുമ്പോൾ ഒന്നുകൂടെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കണം. നാം ഉണരേണ്ട സമയമായി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഉറക്കത്തിൽ നിന്ന് ഉണരുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. അങ്ങനല്ലേ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? നാം ഉറക്കത്തിൽ നിന്ന് ഉണരുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഏറ്റവും അടുത്തിരിക്കുന്നു. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഏറ്റവും അടുത്തിരിക്കുന്ന രക്ഷ ആത്മമണവാളൻ്റെ മടങ്ങി വരവാണ്. അത് സംഭവിക്കുമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഉറപ്പുള്ള ദൈവമക്കൾ, ആമേൻ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുറ്റി പറിക്കാൻ, കൂടാരത്തിൻ്റെ കുറ്റി പറിക്കുന്ന സമയങ്ങൾ ഏറ്റവും അടുത്തിരിക്കുകയാണ്. മേഘം പൊങ്ങുമ്പോൾ കുറ്റി പറിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞാൻ പറയട്ടെ, ആമേൻ, നമ്മുടെ കൂടാരത്തിൻ്റെ കുറ്റി പറിക്കാൻ സമയമായി. ഒരു ഭക്തൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ കേന്ദ്രമായ ആത്മമണവാളന്റെ മടങ്ങി വരവടുത്തിരിക്കുന്നു എന്ന് അകത്തളത്തിൽ ഉറപ്പുള്ള ദൈവമക്കൾ, ആമേൻ, അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കണം. Get ready to receive our Jesus. ആമേൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം